അമ്മ കരയാതെ മോളെ, എല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലേ? നീ ഇവിടെ കുട്ടികളെ സ്കൂളിലാക്കി വല്ല കുടുംബത്തിന് വേണ്ടി പണിയെടുത്ത് നിന്നോ? അവിടെ ഒരാള് പാതി ചത്ത് മരിച്ച് ജീവിക്കുകയാണെന്ന കാര്യം നീ അറിയുന്നുണ്ടോ? അല്ല, എന്താ ഉണ്ടായത്? മഹേന്ദ്ര സാറിന് സുഖമില്ലാതായി കുഞ്ഞ്. ഒരു ഭാഗം തളർന്ന അവസ്ഥയിലാ. തളർന്ന അവസ്ഥയിലോ? അതെ, നീയായിട്ട് തന്നെ ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ചെയ്യാത്ത കുറ്റം പറഞ്ഞ് മെക്കെട്ട് കയറിയപ്പോ നിന്റെ അച്ഛനെ പിടിച്ചു നിൽക്കാനായില്ല. അല്ല അമ്മേ, അതിന് ഞാൻ... കുഞ്ഞത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി ശിവൻകുഞ്ഞിനെ മാത്രമേ മഹേന്ദ്ര സാറിനെ ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ അദ്ദേഹം ചങ്കുനീറി മരിക്കും. ഇല്ലെങ്കിൽ ആ ഒരു പാപം കൂടി നിന്റെ തലയിൽ വരും. അതില്ലാതിരിക്കണമെങ്കിൽ നീ ഇപ്പൊ ഞങ്ങളുടെ കൂടെ വരണം. ആലോചിക്കാൻ ഒന്നുമില്ല. കുഞ്ഞു വാ, വണ്ടിയുണ്ട്, നമുക്ക് പോകാം. അച്ഛൻ പറഞ്ഞിട്ടാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയെന്ന് ആ ചാച്ചപ്പ സമ്മതിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്വാമി? എടാ, അച്ഛൻ അത് ചെയ്തിട്ടില്ലെന്ന് ആണയിട്ട് പറഞ്ഞതല്ലേ? ആ ചാച്ചപ്പനെയാണോ നിന്റെ അച്ഛനെയാണോ നിനക്ക് വിശ്വാസം? എടാ, അച്ഛനെ നിനക്ക് അറിയില്ലേ? ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് ആരുടെ മുഖത്ത് നോക്കി പറയും. അതെ, എനിക്ക് ഉറപ്പുണ്ട് നിന്റെ അച്ഛൻ ഇതിൽ നിരപരാധിയാടാ. അമ്മേ, ഞാൻ... ശിവൻകുഞ്ഞ് സംയമനത്തോടെ കേൾക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ സംശയം ആരോടും പറഞ്ഞിട്ടില്ല. ഒരു ചതി നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം. ചതിയോ? സ്വാമി, കാര്യം പറ. നമ്മുടെ ഡ്രൈവറെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചത് ആ പ്ലാമൂട്ടിലെ ആന്റണിയാണോ എന്നൊരു സംശയം. അവർ തമ്മിൽ ഈ അടുത്ത ദിവസം സംസാരിച്ചു നിൽക്കുന്നത് നമ്മുടെ ഒരാൾ കണ്ടിരുന്നു. സംശയമാണ്. ഞാൻ ഈ കാര്യം മഹേന്ദ്ര സാറിനോട് പോലും പറഞ്ഞിട്ടില്ല. പറഞ്ഞ അവനെയും കൊന്ന് സാറ് ജയിലിലേക്ക് പോകും. എങ്കില് അവനെ ഒന്ന് വിശദമായിട്ട് കാണണമല്ലോ. ശിവ, ഞാൻ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കളാം. ശിവൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല. ഈ സമയത്ത് അച്ഛനതൊരു ആശ്വാസമായിരിക്കും. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. അങ്കിളെ, ഞങ്ങൾക്ക് അങ്കിളിന്റെ കൂടെ വന്നാ മതി. പപ്പി, എനിക്കൊരു അത്യാവശ്യം വന്നോണ്ടല്ലേ. മക്കള് അമ്മയുടെ കൂടെ പോയിട്ട് വാ, കേട്ടോ? പോവാം. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നീ കൂടെ വരണം. വാ മോളെ, നടക്ക്. വാ. കേറ്.